ശ്രീജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഈ തടി കണ്ടതായൊക്കെ ഒരാൾ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നല്ലോ. ലക്ഷ്മി അല്പസമയം മുൻപായിരുന്നു മനാഫിന്റെ സഹോദരൻ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. കാരണം ആ പ്രദേശത്ത് നിന്നും, ഈ അപകടം നടന്ന പ്രദേശത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയായി ഇത്തരത്തിൽ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതിന് സമാനമായ ഒരു തടികൾ കണ്ടെത്തിയതായാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടാകുന്നത്. കാരണം പ്രാദേശികമായി തന്നെ ഇവർക്ക് ഈ പ്രദേശവുമായി ബന്ധമുണ്ട്. അത്തരത്തിലാണ് ഒരു നാട്ടുകാരൻ ഇത്തരം ദൃശ്യങ്ങൾ എടുത്ത് ഇവർക്ക് നൽകുന്ന ഒരു ചിത്രം എടുത്തു നൽകുകയാണ്. അതിൽ ഈ അർജുന്റെ, നമുക്കറിയാം, ഇത്തരം ലോറികളിൽ പോകുമ്പോൾ, വാഹനങ്ങൾ തടികൾ കൊണ്ടുപോകുമ്പോൾ അതിൽ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈ ലോറികളുടെ തടികളുടെ നമ്പറുകൾ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഒരു നമ്പറാണ് നിലവിൽ ഈ മനാഫിന്റെ സഹോദരനെ ഉൾപ്പെടെ ആ പ്രദേശത്ത് എത്തിച്ചിരുന്നത്. അല്പസമയം മുൻപായിരുന്നു ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇന്നലെ ആയിരുന്നു ഈ വിവരം ഇവർ അറിയുകയും ഈ പ്രദേശത്ത് നിന്നും, എവിടെയാണോ മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ആ പ്രദേശത്ത് നിന്നും 8 കിലോമീറ്റർ മാറിയ ഒരു സ്ഥലത്താണ്, നദിയുടെ തീരത്താണ് ഇത്തരത്തിൽ ഈ തടിക്കഷ്ണം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് വലിയ നിർണായകമായ തെളിവാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടത് ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്നാണ്. അത് അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന, ലോറിയിലുണ്ടായിരുന്ന തടിയാണോ എന്ന് തീരുമാനിക്കേണ്ടതും അതിൽ പരിശോധന നടത്തേണ്ടതും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ്. എന്തായാലും അവരോട് ഇവർ അറിയിച്ചിട്ടുള്ളതായി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എന്തായാലും പോലീസ് ആ സ്ഥലത്തെത്തി പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വളരെ നിർണായകമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. അതോടൊപ്പം തന്നെ സമീപത്ത് നിലവിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് റഡാർ ഉപയോഗിച്ചുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഊർജിതമായി തന്നെ നടക്കുന്നു. ഇപ്പോൾ എല്ലാം വളരെ കൃത്യമാണ്. കാരണം ഈ ലോറി അതിനുള്ളിൽ തന്നെ വീഴുന്നു, നദിക്കുള്ളിൽ തന്നെ വീഴുന്നു. പിന്നീട് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഈ തടിക്കഷ്ണങ്ങൾ ഒഴുകി പുഴയിലൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ സമീപത്തൊന്നും എന്തായാലും മുൻപ് ഈ രഞ്ജിത്തെല്ലാം പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ എന്തായാലും ഈ സമീപത്ത് ഇത്തരത്തിലുള്ള തടികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, തടിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷെ അതിനാണ് നിലവിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ലോറിയും പുഴയിലുണ്ട്. ഇത്തരത്തിലുള്ള അതിലുണ്ടായിരുന്ന തടികളും നിലവിൽ കണ്ടെത്തിയിരിക്കുകയാണ്. യെസ്, അതുകൊണ്ട് തന്നെ ഇനി മനാഫിന്റെ പ്രതികരണമൊക്കെ നമ്മൾ തേടുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ഐബോ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, അത് ലോറിയുടെ ഒരു പൊസിഷനൊക്കെ നിർണ്ണയിക്കാൻ ഏതാണ്ട് 2 മണിക്കൂറോളം വേണ്ടി വരുമെന്നൊക്കെ ഊഹങ്ങൾ അങ്ങനെ കേട്ടിരുന്നു. അതിനെക്കുറിച്ചൊരു വിവരമൊക്കെ എപ്പോഴാകും കിട്ടുക എന്നുള്ളതാണ്. കാരണം നേരം വൈകുന്നു, സമയം 2:15 പലരും പറയുന്ന ഈ 4 മണിക്ക് ശേഷം പ്രത്യേകിച്ച് കാലാവസ്ഥ എങ്ങനെ മാറി മറിയുമെന്ന് പറയാൻ സാധിക്കില്ല. ഈ ഇരുട്ടൊക്കെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും തിരച്ചിൽ ഇങ്ങനെ തന്നെ നടക്കണമെന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ് എന്നുള്ളതാണ്, വൈകുന്നതിന് മുൻപ്. തീർച്ചയായും അത്തരത്തിലാണ്. കാലാവസ്ഥയാണ് മെയിൻ പ്രധാനപ്പെട്ട വില്ലൻ. പക്ഷേ പ്രവർത്തനങ്ങൾക്ക്, യന്ത്രങ്ങൾക്കും ലോറിയിൽ നിന്നുള്ള തടിയുടെ ദൃശ്യങ്ങളാണ് ശ്രീജിത്ത് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. എന്തായാലും അധികൃതരൊക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് മാർക്ക് ചെയ്ത തടിക്കഷ്ണങ്ങൾ തന്നെയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികൃതരും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായും അത് ആ പ്രദേശത്ത് നിന്നും പ്രാദേശികമായി ഇത്തരത്തിൽ മനാഫിന്റെ സഹോദരനെ ഉൾപ്പെടെ അയച്ചു നൽകിയ ദൃശ്യങ്ങളാണ്. അതാണ് നിലവിൽ ജനം ടിവി ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതനുസരിച്ചാണ്, ആ മാർക്ക് ചെയ്ത ചിത്രങ്ങൾ നിലവിൽ മനാഫിന്റെ സഹോദരനെ ഉൾപ്പെടെ അയച്ചു കൊടുത്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇവർ ഇവിടെ നിന്നും 8 കിലോമീറ്റർ സഞ്ചരിച്ച് ആ നദിയുടെ തീരത്ത് പോവുകയും ആദ്യം ഒരു തടി കണ്ടിരുന്നു. പിന്നീടാണ് അവിടെ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ മുഴുവനായി 4 തടികളാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും വലിച്ച കരയിലേക്ക് വച്ചിട്ടുണ്ട്. എന്തായാലും അവരത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു, മനാഫും സഹോദരനും. തീർച്ചയായും. പക്ഷേ അവരും നിലവിൽ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണം നടത്തേണ്ടത് കർണാടക പോലീസാണ്. അവർ സ്ഥിരീകരണം നടത്തിയാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഈ പ്രദേശത്ത് പല മണ്ണിടിച്ചിലുണ്ടായി, പല ലോറികളും ഈ പ്രദേശത്തിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഒരു സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തായാലും കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ഉണ്ടാകേണ്ട സാഹചര്യം മനാഫിനും അതോടൊപ്പം തന്നെ സഹോദരങ്ങൾക്കുമുണ്ട്. അവർ അത് പലതവണ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ പോലീസാണ് ഇനി അവസാനം ഇത് സ്ഥിരീകരിക്കാനുള്ളത്. ഈ തടികളാണോ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത്? ഇപ്പോൾ നിലവിൽ 4 തടികൾ 10 കിലോമീറ്റർ മാറി കണ്ടെത്തിയിട്ടുണ്ട്. ഈ തടികൾ അർജുന്റെ ലോറിയിൽ നിന്നും ഒഴുകിപ്പോയതാണോ എന്ന് സ്ഥിരീകരണം നടത്താനുള്ളത് പോലീസാണ്.